ബോവസ് രൂത്തിനെ വീണ്ടെടുത്തു. എന്നാൽ ബോവസിനേക്കാളും വീണ്ടെടുപ്പിന് അർഹതയുള്ള ഒരാളുണ്ടായിരുന്നു ആ ഫാമിലിയിൽ തന്നെ. അതാണ് അന്നത്തെ ഇസ്രായേലിന്റെ ഒരു ചട്ടം. അയാൾ പറയണ്, ഞാൻ വീണ്ടെടുക്കാം, ആ നിലം ഞാൻ വാങ്ങാം, പക്ഷേ രൂത്തിന് വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മേടിച്ചാൽ രൂത്തിന്റെ ഭർത്താവായ മഹ്ലോന്റെ പേര് അതിൽ നിലനിൽക്കും. എൻ്റെ സ്വന്തം അവകാശം എനിക്ക് നഷ്ടമാകും. നോക്കിക്ക്, ഇന്ന് നമ്മളോട് ദയ കാണിക്കാൻ ഒത്തിരി പേരുണ്ട്, ചർച്ചക്കാരുണ്ട്. കാശുള്ളവന് മനസ്സില്ല, മനസ്സുള്ളവന് വൃത്തിയില്ല. ഇതാണ് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരൻ്റെ പ്രശ്നം. എന്നാൽ നമ്മളെ വീണ്ടെടുക്കാൻ തക്കവണ്ണം സ്നേഹമുള്ള, നമുക്ക് വേണ്ടി തന്നെ യാഗമാക്കാൻ തയ്യാറായ ഒരുത്തനുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവനാണ് നമ്മുടെ ബോവസ്. തൻ്റെ സെൽഫിന് നമുക്ക് തന്നു, നമ്മുടെ സെൽഫിനെ ഏറ്റെടുത്തവൻ. ഞാനിരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അങ്ങനെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ. അവൻ ദൈവപുത്രനാണ്. ആ പുത്രത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റുന്നവൻ. യേശുവിനെ പോലെ സ്നേഹിക്കാൻ, വീണ്ടെടുപ്പാൻ കഴിവുള്ളവൻ ആരുമില്ല. അവനെ നമ്മൾ ആരാധിക്കും.